കാട്ടാക്കട കുളത്തുമ്മലിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചുകയറി അപകടം. സ്കൂട്ടറിൽ പോവുകയായിരുന്ന അമ്മയെയും കുഞ്ഞിനെയും ഇടിക്കാതിരിക്കാൻ വെട്ടിത്തിരിക്കുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ കടയിലേക്ക് പാഞ്ഞുകയറിയത്. അപകടത്തിൽ പരിക്കേറ്റ അമ്മയെയും കുഞ്ഞിനെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുളത്തുമ്മൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന നാച്ചുറൽ ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കയറിയത്. ആക്ടിവ സ്കൂട്ടറിൽ വരികയായിരുന്ന യാത്രക്കാരെ രക്ഷിക്കാൻ ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിക്കുകയായിരുന്നു. ഇതോടെ ഓട്ടോയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കടയുടെ മുൻഭാഗം തകർത്ത് ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അപകടത്തിൽ കടയുടെ ഗ്ലാസ് ഭിത്തിയും ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും തകർന്നു. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എൻ്റെ സ്വന്തം സ്ഥാപനമായ ശ്രീഭദ്ര നാച്ചുറൽ തിരുവനന്തപുരം റോഡ് അതൊരു ഓട്ടോറിക്ഷ വന്ന് നിയന്ത്രണം തെറ്റി ഇടിച്ച് കയറുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ കടയിലില്ലായിരുന്നു, എൻ്റെ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ സ്റ്റാഫ് ഈ സൈഡിലാണ് ഇരിക്കാറ്. പക്ഷെ ഭാഗ്യത്തിന് അവൾ മാറിയിരുന്നതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി. എന്നാലും ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം 3-3.5 ലക്ഷം രൂപയുടെ നഷ്ടം വരും. ഇത് ഓർഗാനിക്കിൻ്റെ ആയുർവേദം ഓർഗാനിക്കിൻ്റെ ഷോപ്പാണ്. നമസ്കാരം, ഞാൻ വ്യാപാരശാലയുടെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി അംഗമാണ്. പിന്നെ നമ്മൾ സമിതിയുടെ ഒരു അംഗം കൂടിയാണ്. ഒരു ഓട്ടോയിൽ രോഗിയെ കാണിച്ചിട്ട് വരികയാണെന്ന് പറയുന്നു. ചെറിയൊരു ട്രെയിനിങ് കൂടിയാണ്. അപ്പോൾ ഒരു കുട്ടി വണ്ടിയിൽ വന്ന് ബ്ലോക്കാക്കി എന്നാണ് പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കടക്കകത്ത് ഇടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരു 3-3.5 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ കാണുന്നുണ്ട്. പുള്ളിക്ക് ലൈസൻസ് ഇല്ല, പിന്നെ പുള്ളി കാക്കിയിട്ടിട്ടില്ല, പുള്ളി കുറ്റിച്ച എന്നാണ് പറയുന്നത്. അദ്ദേഹം സംസാരം കേട്ടപ്പോൾ എനിക്ക് രക്ഷിച്ചില്ല. പിന്നെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നഷ്ടത്തിൻ്റെ ഇരിക്കുകയാണ്. ബാക്കി ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ബാക്കി കട ഓണർ പോലീസിനെ അറിയിച്ചുകൊണ്ട് പിന്നെ പോലീസ് ഇപ്പോൾ അവിടെ പിന്നെ പൊങ്കാല കഴിഞ്ഞ് ബസ് സ്റ്റാൻഡ് അടുത്ത് വെള്ളങ്ങളും പാനീയങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വരാമെന്ന് പറഞ്ഞു. വണ്ടി ആട്ടം ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദൈവം ഒരു ആക്സിഡന്റ് ഒഴിവായി. പക്ഷേ കട നഷ്ടമേ ഉള്ളൂ. അതിൻ്റെ രീതിയിൽ നടപടി ചെയ്യണമെന്നാണ് നിങ്ങളുടെ സംഘടന. ഓണർ മാത്രമേ ഉള്ളൂ. അത് വലിയ ഭാഗ്യമായിപ്പോയി.